ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് മോർണിംഗിൽ നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ കണ്ടിരുന്നു. കണ്ടതിൽ എനിക്ക് കാരണം ഇന്ന് നമ്മൾ ഇന്നും ഇന്നലെയായിട്ടൊക്കെ കുറേ കാണുന്നതാണ്. കുറേ ആൾക്കാർക്ക് എന്തോ അവിടെ ഈ കൂടുതൽ ഓട്ടമുള്ള വ്യക്തികൾക്ക് കുറച്ച് മുന്നറിയിപ്പ് നൽകാനും അതുപോലെ അവരെങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനും വേറുള്ള മത്സരാർത്ഥികളെ മണ്ടന്മാരാക്കി ചില ആൾക്കാർക്ക് ഫേവർ ഏഷ്യനെറ്റും അതുപോലെ ബിഗ് ബോസ് ഹൗസും ചെയ്യുന്ന മാതിരി ബിഗ് ബോസും ചെയ്യുന്ന മാതിരി എനിക്ക് ഫീലായി. കാരണം ഇന്നലെ വന്നത് അനുമോളുടെ ബ്രദറായിട്ട് ഒരാളാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ വന്നവർ കൂട്ടത്തിൽ ഒരു ഇച്ചിരിയെങ്കിലും എന്താ പറയുക, അത് ഗെയിമായിട്ട് കണ്ടത് നമ്മളുടെ ശോഭ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് വേറൊരു വ്യക്തിയും കൂടെ വരുന്നുണ്ട്. ആ വ്യക്തി ഇതിനു മുമ്പുള്ള പല ദിവസങ്ങളിലും ബിഗ് ബോസിനകത്തുണ്ടായ ഒരു പ്രശ്നം എടുത്ത് പുറത്ത് അത് അവരുടെ ഫാമിലിയെയും കുട്ടീനെയും വരെ എടുത്ത് അത്രയും മോശമായ രീതി പറഞ്ഞ ഒരു വ്യക്തിനെയും കൂടെയാണ് ഇന്ന് ബേബി ഹൗസിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഈ പുള്ളി എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമാണ് 10 ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും അതുപോലെ നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് വരെ അങ്ങനെയാണ്. പക്ഷേ എന്തിൻ്റെ കാരണവശായാലും പറയാണ് ബി ഹൗസിനുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് പുറത്ത് നിന്നുകൊണ്ട് അവരെ വീട്ടിലുള്ളവരെയും അതിനൊരു 3 വയസ്സായ ഒരു കുട്ടിയെയും അത്രയും മോശമായി സംസാരിച്ച ഒരു വ്യക്തിയെ ആ ഗെയിമിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നത് വളരെ മോശപ്പെട്ട രീതിയായിപ്പോയി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ പുള്ളി ഇപ്പോൾ അവിടെ വന്നിട്ട് ഈ ബി ഹൗസ് കഴിഞ്ഞ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പുറത്തിറങ്ങുമ്പോൾ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അറിയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന വിഷമം എന്തായിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ലക്ഷ്മി പറഞ്ഞ ലക്ഷ്മിയുടെ കാര്യമാണ്, അല്ലാതെ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ലക്ഷ്മി പറഞ്ഞിട്ടില്ല. ലക്ഷ്മി പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഒരിക്കലും നൂറയും അതിലെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് അവരുടെ കാര്യമാണ്. അത് മോഹൻലാൽ സാറിനോ അല്ലെങ്കിൽ വേറുള്ള ബിഗ് ബോസിനോ അല്ലെങ്കിൽ വേറുള്ള വ്യക്തികൾക്കൊന്നും നിങ്ങളത് അങ്ങനെ പറയരുതെന്ന് പറയാൻ പോലും ഒരർഹതയുമില്ല. കാരണം ഏത് മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പല തീരുമാനങ്ങളും. അത് ബിഗ് ബോസ് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അത് വളരെ മോശപ്പെട്ടതായിപ്പോൾ ഈ ഒരു വ്യക്തിനെ അതിനുള്ളിൽ കൊണ്ടുവന്നത്.